ലോക ഭീകരവാദത്തിനെതിരെ ഞങ്ങൾ നൽകുന്ന ഒരു പുതിയ സന്ദേശം. ഞാൻ ഭാരതീയൻ. ഭാരത സംസ്കാരത്തിൻ്റെ ഉറവിടമായ കൽക്കട്ട നഗരം, സാഹിത്യ കലാകാരന്മാർക്ക് ജന്മം നൽകിയ കൽക്കട്ട നഗരം, വിപ്ലവ പ്രസ്ഥാനങ്ങൾ ചരിത്രമെഴുതിയ കൽക്കട്ട നഗരം. അവിടെ നേരം പ്രഭാതമാകുമ്പോൾ ഭാരതത്തിൻ്റെ പുണ്യ സങ്കേതമായ സ്ഥലമായ ഗംഗാ നദിയുടെ തീരത്ത് നിൽക്കുന്ന കാളിഘട്ട് എന്ന ക്ഷേത്ര മൈതാനിയിൽ ഒരു മഹാ സമ്മേളനം നടക്കാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ സർവമത സമ്മേളനം നടക്കാൻ പോകുന്നു. നേരം പ്രഭാതമായപ്പോൾ കൽക്കട്ട നഗരിയിൽ എല്ലാ സ്ഥലങ്ങളിലും ബാനറുകളും പ്ലക്കാർഡുകളും അങ്ങനെയെല്ലാം ഉയരുന്നു. തോരണങ്ങളും കൊടിത്തോരണങ്ങളും എല്ലാം ഉയരുന്നു. അവിടെ നേരം പ്രഭാതമായപ്പോൾ ദാ ഉയരുന്നു ഒരു വിളംബര ജാഥ. സ്വാതന്ത്ര്യം, ആയിരങ്ങൾ സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം. ഭാരതം മാനികൾക്ക് വെടിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം, നൂറുകണക്കിന് ചെറുതും വലുതുമായി ഇവിടെ പുതിയൊരു പ്രഭാതമുണരും, ഇവിടെ പുതിയൊരു ശങ്കൊലിയുണരും, ഇവിടെ ധർമ്മ പതാകകൾ ഉയരും, ഇവിടെ മനുഷ്യ ജീവിതമുണരും. സ്വാതന്ത്ര്യം, അഭിമാനത്തോടും കൂടെ പോകുന്നു സ്വാതന്ത്ര്യം, സർവമത സമ്മേളനം. നൂറുകണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ എത്തിച്ചേരുന്നു. നേരം സന്ധ്യയായപ്പോൾ ആ സമ്മേളന നഗരി ആയിരങ്ങളെ കൊണ്ട് നിറഞ്ഞു. ആയിരങ്ങളെ കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സർവമത സമ്മേളനം. മന്ത്രിമാരും ശ്രേഷ്ഠന്മാരും സന്യാസി വര്യന്മാരും അങ്ങനെ മത നേതാക്കളും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയ മത സമ്മേളനം നടക്കുന്നു. അവിടെ ആ സമ്മേളനത്തിൻ്റെ മുന്നോടിയായി ദാ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് അവിടെ ആയിരക്കണക്കിന് ആളുകൾ ദാ അണിനിരന്നു കഴിഞ്ഞു. അവരുടെ വിപ്ലവകാലം, അവിടെ പ്രാർത്ഥന. മാതരം വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. പുതിയൊരു ഭാരതമുയരുകയായി, പുതിയൊരു ശങ്കൊലി ഉയരുകയായി, പുതിയൊരു ജയനദി വളരുകയായി, പുതിയൊരു ജീവിതമുണരുകയായി. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. നേരം സന്ധ്യയോടെ അടുത്തപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഇതാ അവിടെ വന്നു കഴിഞ്ഞു, അണിനിരന്നു കഴിഞ്ഞു, വന്നു കഴിഞ്ഞു. ജനങ്ങളെല്ലാവരും ആൾക്കാരെല്ലാവരും ആ പ്രദേശത്തേക്ക് ഓടിയെടുക്കുകയാണ്. സർവമത സമ്മേളനത്തെ പങ്കെടുക്കാൻ സന്യാസി വര്യന്മാരും നേതാക്കന്മാരും പണ്ഡിതന്മാരും അങ്ങനെ എല്ലാവരും അവിടെ അണിനിരന്നു കഴിഞ്ഞു. ആ വേദിയിൽ അണിനിരന്നു കഴിഞ്ഞു. നേരം സന്ധ്യയായപ്പോൾ ദാ ആ സർവമത സമ്മേളനം ആരംഭിക്കുകയായി. ഓരോ നേതാക്കന്മാരും പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരോ വിളിച്ചു പറയുന്നു, ദാ കേന്ദ്രമന്ത്രി എത്തിക്കഴിഞ്ഞു. സംഘാടകരെല്ലാവരും അങ്ങോട്ട് ഓടി കേന്ദ്രമന്ത്രിയുടെ അടുത്തേക്ക്. അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് സംഘാടകരെല്ലാം കൂടെ മുന്നോട്ട് വരുമ്പോൾ കത്തിച്ച് പിടിച്ച ദീപങ്ങളുമായി നിൽക്കുന്നു സ്ത്രീകളെല്ലാവരും. അദ്ദേഹം നടക്കുന്ന വീഥിയിൽ പൂക്കൾ എറിഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം നേരെ നടന്ന് വേദിയിലേക്ക് കടന്നു വന്നു. എല്ലാവരും വളരെ ആദരവോടാണ് കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ചത്. എല്ലാ പ്രസംഗങ്ങളും എല്ലാവരും ക്ഷമയോട് കേട്ടിരിക്കുമ്പോൾ ആ ഉദ്ഘാടനം ചെയ്യുവാൻ, ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ആ കേന്ദ്രമന്ത്രി അവിടെ എത്തിയപ്പോൾ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി വിനയത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹം പ്രസംഗിക്കുവാനായി അടുത്തേക്ക് വന്നപ്പോൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു.
വ്യാപിക്കുന്നു. ആ പ്രദേശം മുഴുവൻ ഇരുട്ട് വ്യാപിക്കുന്നു. കോരിയിട്ട് ജനങ്ങൾ പരിഭ്രാന്തരായി നോക്കി നിൽക്കുന്നു. എന്താ സംഭവിച്ചത്? കൂരിയിരുട്ടായല്ലോ. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. സംഘാടകർ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ്. 10,000-കണക്കിന് ജനങ്ങൾ ഇരിക്കുന്ന വേദിയിലേക്ക് കഴുത്ത് തടിച്ചൊരു വികൃത രൂപം വരുന്നു. സദസ്സിലേക്ക് ആ അരണ്ട വെളിച്ചത്തിൽ അവർ കണ്ടു. ആരെ? ആ വിരൂപനെ കണ്ടു. കഴുത്ത് തടിച്ചൊരു മനുഷ്യൻ, താടിയും മുടിയും നീട്ടി വളർത്തിയിരിക്കുന്നു. കഴുത്ത് മുഷിന്റെ വേഷം, തോളിലൊരു സോൾ ചന്തി. നിറനൂക്കുമായി അയാൾ വേദിയിലേക്ക് കയറി ചെല്ലുകയാണ്. വേദിയിലേക്ക് കയറി ചെന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെന്ന് വേദിയിൽ നിൽക്കുന്ന പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നേരെ തുരുതുരാ വെടിവെക്കുന്നു. വെടികൊണ്ട് വേദിയിലുള്ളവർ രക്തത്തിൽ കുളിച്ചു മരിച്ചു വീഴുന്നു. ജനങ്ങൾ പരിഭ്രാന്തരായി അങ്ങോട്ട് ഓടുകയാണ്. ചുറ്റുമോടുന്നു. നാലുപാട് ചിതറി ഓടുന്നു. ഈ സമയം പോലീസ് സിറ്റി കമ്മീഷണർ ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ഒരു പോലീസ് വ്യൂഹം ആ പ്രദേശം വളഞ്ഞു കഴിഞ്ഞു. അവർ ഓടി നടന്ന് ആ കരുത്ത രൂപത്തെ ഓടി നടന്ന് നോക്കുമ്പോൾ എവിടെയാണ് അയാൾ? എല്ലാവരും നോക്കുകയാണ്. ആ കരുത്ത രൂപത്തെ കാണാനില്ല. അയാൾ വെടിവെച്ചതിന് ശേഷം എങ്ങോട്ട് ഓടി മറഞ്ഞതുപോലെ. അപ്പോൾ ഒരു പയ്യൻ, ഒരു കൊച്ചുകുട്ടി വിളിച്ചു പറയുന്നു, ആ പോകുന്നയാൾ, ഇതാ പോകുന്നയാൾ. പോലീസ് അയാൾ പിന്നാലെ കഴിച്ചു. നൂറുകണക്കിന് പോലീസ് അയാളുടെ പിന്നാലെ ഓടുകയാണ്. ഓടി മുന്നോട്ട് പോകുമ്പോൾ സിറ്റി കമ്മീഷൻ ജയശങ്കർ ആ കരുത്ത രൂപത്തിന്റെ പിന്നിൽ എത്തിക്കഴിഞ്ഞു. ആ കരുത്ത രൂപത്തിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അയാൾ വിളിച്ചു പറയുന്നു, നിൽക്കൂ, otherwise I will shoot you. ഈ സമയം ജയശങ്കർ അയാളെ നേരെ നിറയൊഴിച്ചു. വെടികൊണ്ട് അയാൾ ഇരുട്ടിലേക്ക് മറഞ്ഞു. നിരാശരായി പോലീസുകാർ വേദിയിലേക്ക് മടങ്ങി. വേദിയിൽ ചെന്നപ്പോൾ അവിടുത്തെ കാഴ്ച കണ്ടവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അല്പനേരം മിഴികൾ ചിമ്മാതെ നിന്നു പോ. കേന്ദ്രമന്ത്രിയടക്കം 4 പേർ അത് കാരണമായി മരണപ്പെട്ടു. അവരുടെ രക്തം ആ വേദിയിൽ കിടക്കുന്നു. തിരക്കിലും പെട്ട് 36 സ്ത്രീകളും കുഞ്ഞുങ്ങളും അതിദാരുണമായി ആശുപത്രിയിൽ കിടക്കുകയാണ്, ശുശ്രൂഷയിലാണ്. ജയശങ്കർ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുപോയി. എന്താ ഇത്? ഈ വിപത്തിനെ നേരിടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ഈ സിറ്റിയിൽ നിന്ന് 100 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സിറ്റി കമ്മീഷണർ ജയശങ്കറിൻ്റെ വീട്, മനോഹരമായ ബംഗ്ലാവ്. അവിടെ അദ്ദേഹത്തിൻ്റെ അമ്മ അരുന്ധതി
അരുന്ധതിയുടെ ഭർത്താവ് ഹൈക്കോടതി ജഡ്ജി രാംചന്ദ്. പൂജാമുറിയിൽ പ്രാർത്ഥനയിലാണ് അരുന്ധതി. വിളക്കെല്ലാം കത്തിച്ചു വെച്ച് കരുണ ചൊരിയണേ കൃഷ്ണ, നീയൻ പ്രാർത്ഥന കേൾക്കണേ ഭഗവാനേ. കരുണ ചൊരിയണേ കൃഷ്ണ, നീയൻ പ്രാർത്ഥന കേൾക്കണേ ഭഗവാനേ. ദുഃഖത്തിൻ കണ്ണീരായി ഒഴുകിയടിയനെ കാത്തുരക്ഷിക്കണേ ഭഗവാനേ. ദുഃഖത്തിൻ കണ്ണീരായി ഒഴുകിയടിയനെ കാത്തുരക്ഷിക്കണേ ഭഗവാനേ. കൃഷ്ണ വെളിയിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയുന്നില്ല അരുന്ധതി. ഭഗവാനേ നാരായണ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ മാധവ. പ്രാർത്ഥന കഴിച്ച അരുന്ധതി ആ കെട്ടിടത്തിൽ നിന്നും സിറ്റ് ഔട്ടിലേക്ക് വന്നപ്പോൾ കറണ്ട് പോയത് അപ്പോഴാണ് അറിയുന്നത്. പറവുകാർ അവിടെ നിന്ന് വിളിക്കുന്നു. പറവുകാർ അറിഞ്ഞില്ലേ? കറണ്ട് പോയത് അറിഞ്ഞില്ലേ നിങ്ങൾ? ശ്യാം സിംഗ്, ജനറേറ്റർ ഓൺ ചെയ്യൂ. എത്ര നേരമായി കറണ്ട് പോയിട്ട്? നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? ജനറേറ്റർ ഓൺ ചെയ്യാൻ. അശോക് കുമാർ, ജനറേറ്റർ ഓൺ ചെയ്യൂ. എന്താ ഉറക്കമായോ? ഇത്ര നേരത്തെ ഉറക്കമായോ? ജയശങ്കർ വരട്ടെ, രണ്ടിനെ ഇവിടെ നിന്നും മാറ്റുന്നുണ്ട്. അവൻ പെട്ടെന്ന് ബംഗ്ലാവിനുള്ളിൽ നിന്ന് ഒരു ഇലക്ട്രിക് ലൈറ്റുമായി വെളിയിലേക്ക് വന്നു. സിറ്റ് ഔട്ടിലേക്ക് വന്നപ്പോൾ എന്തോ ഒരു ചെറിയ ശബ്ദം കേട്ടു. എന്താണ്? ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നല്ലോ. ആരാ അവിടെ? ആ ശബ്ദം കൂടി വരും, ചെറിയ ഒരു തേങ്ങലും. ആരാ അവിടെ? സെറ്റിയുടെ പുറകിലാണല്ലോ ശബ്ദം കേൾക്കുന്നത്. സെറ്റിയുടെ പുറകിൽ ആരാ? പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? ആരാ പുറകില്? അവർക്ക് മനസ്സിലായി അതിന്റെ പുറകിൽ ആരോ ഇരിപ്പുണ്ട്. ആ സെറ്റിയുടെ പുറകിൽ ആരോ ഇരിപ്പുണ്ട്. അവർ പെട്ടെന്ന് തന്റെ കയ്യിലിരുന്ന ആ ഇലക്ട്രിക് ലൈറ്റ് മുകളിലേക്ക് ഉയർത്തിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഒരു കറുത്ത ഭീകര രൂപം രക്തത്തിൽ കുളിച്ച് നിൽക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് ആ ലൈറ്റ് താഴേക്ക് വീണുടഞ്ഞു. ഒരൊറ്റ വയ്ക്കാൻ ശ്രമിച്ചു. ആരാത്? കള്ളന്മാർ കയറിയിരിക്കുന്നു. പാറാവുകാർ ഓടി വരൂ, പാറാവുകാർ ഓടി വരൂ. ആരുമില്ല ഇവിടെ, ആരുമില്ല ഇവിടെ. പെട്ടെന്ന് അയാൾ അവരുടെ വായിൽ കൊത്തി പിടിച്ചു. ശബ്ദിച്ചു പോകരുത്, കൊന്നുകളയും ഞാൻ. ആരാ നിങ്ങൾ? അരുന്ധതി പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് ഉതറി മാറി. ആരാ നിങ്ങൾ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? നിങ്ങൾ ആരാണ്? എന്തിനിവിടെ വന്നു? പോകൂ, പുറത്ത് പോകാൻ. എൻ്റെ ഭർത്താവും മകനും ഇവിടെ ഇല്ല. നിങ്ങൾ ആരാണ്? ഇത് ആരുടെ വീടാന്ന് നിങ്ങൾക്കറിയാമോ? സിറ്റി കമ്മീഷണർ ജയശങ്കറിന്റെ വീടാണ്. എൻ്റെ ഭർത്താവ് ഇവിടുത്തെ ഹൈക്കോടതി ജഡ്ജി രാംചന്ദ്. അറിയുമോ നിനക്ക്? വെളിയിൽ പോകൂ, വെളിയിൽ പോകാൻ. സിറ്റി കമ്മീഷണർ വീടാണല്ലോ. പോകൂ വെളിയിൽ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് കയറിയത്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീ കയറി വന്നതല്ലേ? നിനക്കെന്താ വേണ്ടേ? നിനക്കെന്താ വേണ്ടത്? ഒളിച്ചിരിക്കാൻ 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 ഒരിടം വേണം.
ഒളിച്ചിരിക്കാൻ ഇടമോ ഇവിടെയോ? അതെ, ഇതുപോലെ സുരക്ഷിതമായ ഒരു സ്ഥലം വേറെ എങ്ങും എനിക്ക് കിട്ടില്ല. എന്റെ പോലീസ് ഈ പ്രദേശം മുഴുവനും തിരിഞ്ഞു നോക്കുകയാണ്. അവരുടെ ഇടയിൽ ഞാൻ ചെന്നുപെട്ടാൽ എന്നെ അവർ കൊന്നുകളയും. ശബ്ദമുണ്ടാക്കരുത്. അയാൾ പെട്ടെന്ന് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് കണ്ടോ, നിങ്ങളുടെ മകൻ ജയശങ്കർ എനിക്ക് തന്ന സമ്മാനമാണ്. നിങ്ങൾ എത്ര ശബ്ദിച്ചാലും അവർ ഇനി വിളി കേൾക്കില്ല. കാരണം അവരെ കൊന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ദ്രോഹി, അവരെ കൊന്നിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? നിന്നെ ഞാൻ ശരിയാക്കി കളയും എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി അവന്റെ അരികിലേക്ക് പാർന്നു ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നിർത്തൂ. ഇത് കണ്ടോ? തോളിൽ കിടന്ന സഞ്ചി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് കണ്ടോ, ഇതിൽ നിറയെ ബോംബുകളാണ്. ഇതിലൊന്ന് വിരലമർത്തിയാൽ നിങ്ങളും ഞാനും ഈ ബംഗ്ലാവുമെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്ന് ഭസ്മമായി തീരും. എന്താ കാണണോ? അയാൾ സന്ധ്യയിലേക്ക് കൈയിടാൻ ഭാവിച്ചപ്പോൾ അരുന്ധതി പൊട്ടിച്ചിരിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ടാ 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 വേണ്ടാ. എങ്കിൽ ഞാൻ പറഞ്ഞതനുസരിക്കൂ, എനിക്ക് അഭയം തരൂ. നിങ്ങളുടെ ഭർത്താവും മകനും വരുന്നതിന് മുമ്പ് എനിക്ക് അഭയം തരൂ. അഭയം തരാൻ ഇല്ലെങ്കിൽ ഞാൻ... അയാൾ പെട്ടെന്ന് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന തോക്കെടുത്ത് അരുന്ധതിയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, കൊന്നുകളയും ഞാൻ. അരുന്ധതി ഭയന്ന് വിറച്ചുപോയി. എന്താ ചെയ്യേണ്ടത്? അഭയം തരൂ, ഒളിച്ചിരിക്കാൻ ഒരിടം തരൂ. തരാനാ പറഞ്ഞത്. എന്താ ജീവനിൽ കൊതിയുണ്ടോ? ഉണ്ടെങ്കിൽ തരൂ. അവർ പെട്ടെന്ന് അവരുടെ ബംഗ്ലാവിൽ നിന്ന് 50 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പൊളിഞ്ഞ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോകുന്നു. പൊട്ടിപ്പൊളിഞ്ഞ ആ കെട്ടിടവാതിൽക്കൽ വെള്ളരിപ്രാവ് പോൽ ചെന്നു നിന്നു. പേടിച്ച് ഭയന്നവർ പൊട്ടിപ്പൊളിഞ്ഞ ആ കെട്ടിടവാതിൽക്കൽ വെള്ളരിപ്രാവ് പോൽ ചെന്നു നിന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്കറിയാം. ഞാൻ ചെയ്യുന്നത് രാജ്യദ്രോഹം. തുറന്നു കൊടുക്കുന്ന നേരത്ത് എന്റെ മകനെ തോളവൾ പോയി. വാതിൽ തുറന്നു കൊടുക്കുന്ന നേരത്ത് വെള്ളരിപ്രാവ് കരഞ്ഞുപോയി. ആ കെട്ടിടവാതിൽ അവർ തുറന്നു കൊടുക്കുന്നു. അവൻ അതിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു. അവരല്പനേരം നോക്കി നിന്നു. എന്നിട്ട് നേരെ ബംഗ്ലാവിലേക്ക് നടക്കാൻ ഭാവിച്ചു. വീട്ടിലേക്ക് കയറാൻ ഭാവിച്ചപ്പോൾ ജയശങ്കറിന്റെ പോലീസ് വാഹനം ബംഗ്ലാവിന്റെ മുന്നിൽ വന്ന് നിന്നു. അയാൾ പെട്ടെന്ന് ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി. അമ്മേ, അമ്മേ, മോനെ, മോനെ, നീ ക്ഷീണിച്ചു പോയല്ലോടാ. എൻ്റെ പൊന്നു മോനെ, നീ ക്ഷീണിച്ചു പോയല്ലോ. നീ ആഹാരമൊന്നും കഴിച്ചില്ലേ? അമ്മ വിളമ്പിത്തരാം. എൻ്റെ പൊന്നുമോൻ അമ്മ വിളമ്പിത്തരാം. വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മകൻ്റെ കൈ പിടിച്ച് നേരെ ബംഗ്ലാവിലേക്ക് നടക്കാൻ ഭാവിച്ചപ്പോൾ ജയശങ്കർ അമ്മയുടെ കാതിൽ എന്തോ ചോദിച്ചു. അമ്മേ, എന്താ മോനെ? അമ്മയുടെ മുഖം എന്താണ് ദുഃഖപൂർണമായിരിക്കുന്നല്ലോ. അരുന്ധതി ഒന്ന് ഞെട്ടി. എന്താ അമ്മേ, പറയൂ.
അമ്മ ആരെങ്കിലും കണ്ടു ഭയന്നോ? ഇല്ല. പറയൂ, അമ്മ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? അമ്മ സത്യം പറയൂ, ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? നമ്മുടെ വാതുക്കൽ നമ്മുടെ പാറാവുകാർ രണ്ടുപേരും വെടിയേറ്റ് മരിച്ചു കിടക്കുന്നു. ഇവിടെ ആരെങ്കിലും പറയൂ അമ്മ വന്നിരുന്നോ? ആ അമ്മ ആദ്യമായി തൻ്റെ മകനോട് കള്ളം പറഞ്ഞു. ഇല്ല, ഇവിടെ ആരും വന്നില്ല. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ ഗേറ്റിൽ നമ്മുടെ രണ്ട് പാറാവുകാരും വെടിയേറ്റ് മരിച്ചു കിടക്കുന്നു. ആരാ കൊന്നത്? അവരെ ആരാ കൊന്നത്? അറിയില്ലമ്മേ. അതാണ് ഞാൻ ചോദിച്ചത്, ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ എന്ന്. ജയശങ്കർ ആ പ്രദേശം മുഴുവനും പരിശോധിക്കുന്നു. ഈ സമയം ജഡ്ജി ദാഹ രാംചന്ദ് ആ ബംഗ്ലാവിലേക്ക് കയറി വന്നു. അച്ഛനെ കണ്ട് ജയശങ്കർ അച്ഛൻ്റെ അരികിലേക്ക് ചെന്നു. അച്ഛാ. ജയശങ്കർ, നിന്റെ പോലീസ് അന്വേഷണം എവിടെ വരെയായി? പറയൂ, നിനക്കവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? ഇല്ല അച്ഛാ, കഴിഞ്ഞില്ല. ഇത്രയും പോലീസ് ഫോഴ്സ് ഉണ്ടായിട്ട്, ഇത്രയും ശക്തമായ പോലീസ് നിന്റെ കൂടെ ഉണ്ടായിട്ട് അയാൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ നിനക്ക്? സംഭവം നടന്നിട്ട് 12 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അയാളെ കണ്ടുപിടിക്കില്ലെങ്കിൽ പോലീസ് ഫോഴ്സിന് തന്നെ ഒരു നഷ്ടമാണ്. ശരിയല്ലേ ശങ്കർ? ശരിയല്ലേ ഞാൻ പറയുന്നത്? മരിച്ചത് നിസ്സാരക്കാരല്ല. എത്രയും വേഗം അവരെ കണ്ടുപിടിക്കണം. പത്രക്കാർ മുഴുവനും ഈ വാർത്ത ഒരാഘോഷമായി കൊണ്ടാടുകയാണ്. നിനക്കറിയാമോ അത്? അറിയാം അച്ഛാ, അറിയാം. നാളെ നേരം വെളുക്കുമ്പോൾ അവരെ കണ്ടുപിടിച്ചിരിക്കണം. നാളെ നേരം പുലരുമ്പോൾ അവനെ കണ്ടുപിടിച്ചെന്നുള്ള ശുഭവാർത്ത കേട്ടായിരിക്കും നേരം പുലരുന്നത്. I don't want any explanation. നാളെ നേരം പുലരുമ്പോൾ ആ കൊലപാതകയെ കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കണം. This is my order. പറഞ്ഞത് കേട്ടോ? ഞങ്ങൾ അവന് തൂക്കുകയർ സമ്മാനമായി നൽകുന്നതായിരിക്കും. നേരം പ്രഭാതമായപ്പോൾ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധ യാഥ ആ കൽക്കട്ട തെരുവിലൂടെ മുന്നോട്ട് പോകുന്നു. പ്രതിഷേധം ആളിപ്പടരും, പ്രതിഷേധം ആളിപ്പടരും, പ്രതിഷേധം. സമരമുഖത്തിനഗ്നിജ്വാലകൾ ആളിപ്പടരും വീതികളിൽ, സമരമുഖത്തിനഗ്നിജ്വാലകൾ ആളിപ്പടരും വീതികളിൽ. കൽക്കട്ട തെരുവീതികളിൽ, കൽക്കട്ട തെരുവീതികളിൽ, കൽക്കട്ട തെരുവീതികളിൽ. പോകുന്നു പ്രതിഷേധ യാഥ. നേരം പ്രഭാതമായപ്പോൾ അരുന്ധതി മെല്ലെ ആ പൊളിഞ്ഞ കെട്ടിടത്തിലേക്ക് നടന്നു ചെന്നു. അവർ പതുക്കെ ആ കതക് തുറന്നപ്പോൾ അവർ ഞെട്ടിപ്പോയി. ജയശങ്കറിന്റെ വെടിയേറ്റ ഭാഗത്ത് നിന്ന് ഒരു കഠാര ഉപയോഗിച്ച് ആ മുറിവിൽ നിന്ന് വെടികൊണ്ട് പുറത്തേക്ക് എടുക്കുന്ന ശ്രമമാണ്. ആ മുറിവിൽ നിന്നും രക്തം കീഴോട്ട് ഒഴുകുന്നു. അയാളുടെ ശരീരം നിറയെ രക്തം ഒഴുകുന്നു. വളരെ നേരം ആ കഠാര ഉപയോഗിച്ച അയാൾ ആ മുറിവിൽ നിന്നും ആ വെടികൊണ്ട് പുറത്തേക്ക് എടുക്കുകയാൽ വാവിട്ട് കരയുന്നു. ഇത് കണ്ട് അനുസരിച്ച് പൊട്ടിക്കരയുന്നു. അയ്യോ, എന്തായി കാണുന്നേ? ഞങ്ങൾ ആരെന്തായി കാണുന്നേ? നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങളുടെ ശരീരം മുഴുവനും രക്തമാണല്ലോ. നിങ്ങളുടെ മകൻ എനിക്ക് സമ്മാനിച്ചതാണ്. വേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ. അവൻ കടിച്ചമർത്തിക്കൊണ്ട് അയാൾ ആ കഠാര വെളിയിലേക്ക് ആ വെടികൊണ്ട് വെളിയിലേക്ക് എടുക്കാനുള്ള ശ്രമമാണ്. ആ വെടിയുണ്ട വെളിയിലേക്ക് എടുത്തപ്പോൾ
അവൻ ബോധം നഷ്ടപ്പെട്ട് തറയിലേക്ക് വീണു. അരുന്ധതി ബംഗ്ലാവിലേക്ക് ഓടി. ഒരു കുപ്പി വെള്ളവുമായി വന്ന് അവന്റെ മുഖത്ത് തെളിക്കുന്നു, വീട്ടിൽ തെളിക്കുന്നു. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ അരുന്ധതി ബംഗ്ലാവിലേക്ക് മടങ്ങി. വീട്ടിലേക്ക് കയറാൻ ഭാവിച്ചപ്പോൾ ദാ നിൽക്കുന്നു മുമ്പിൽ ജയശങ്കർ. ജയശങ്കറിനെ കണ്ട് ഭയന്ന് അരുന്ധതിയുടെ കയ്യിലിരുന്ന ആ വാട്ടർ ബോട്ടിൽ താഴേക്ക് വീണു. ആ ശരീരം വിറയ്ക്കുന്നത് പോലെ തോന്നി, ആ കൈകാലുകൾ തളരുന്നത് പോലെ തോന്നി, തന്റെ ശ്വാസം നിന്നു പോകുന്ന പോലെ തോന്നി, തല കറങ്ങുന്നു. തന്റെ മുമ്പിൽ നിൽക്കുന്ന ജയശങ്കർ. ജയശങ്കർ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയാണ്. വാട്ടർ ബോട്ടിൽ താഴെ കിടക്കുന്നു. അവർ ജയശങ്കറിന്റെ മുഖത്തേക്ക് നോക്കി, താഴെ കിടക്കുന്ന വാട്ടർ ബോട്ടിലേക്ക് നോക്കി, വീണ്ടും നോക്കി ജയശങ്കറിനെ. വീണ്ടും നോക്കുന്നു വാട്ടർ ബോട്ടിൽ. ജയശങ്കർ തൻ്റെ അമ്മയുടെ ഭാവവ്യത്യാസങ്ങൾ കണ്ട് ചിരിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു. ആ തോളിൽ കൈയിട്ടു. അമ്മയെ ഇങ്ങോട്ട് നോക്കൂ. വളരെ പ്രയാസപ്പെട്ട അവർ തൻ്റെ മകൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അമ്മയെ, ഈ വീട്ടിൽ ഈ അമ്മ, നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരാ ഈ വീട്ടിലുള്ളത്? അമ്മ ഈ വെള്ളം ആർക്ക് കൊടുക്കാൻ പോയതാണ്? പറയൂ അമ്മേ, പറയൂ അമ്മേ, ആർക്ക് കൊടുക്കാൻ പോയതാണ്? അവരുടെ നാവ് ചലിക്കുന്നില്ല, അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. തൻ്റെ മകൻ്റെ മുമ്പിൽ അവർ കൈകൂപ്പി നിൽക്കുകയാണ്. പറയൂ അമ്മേ, ആർക്ക് കൊടുക്കാൻ പോയതാണ്? പറയൂ അമ്മേ, പറയാൻ. കുറ്റം ചെയ്യുന്നതും കുറ്റവാളിയെ സംരക്ഷിക്കുന്നതും നിയമത്തിൻ്റെ മുമ്പിൽ തെറ്റുകാരിയാണ്. ഈ സമയം ജയശങ്കറിന്റെ മുമ്പിലേക്ക് ദാ വരുന്നു. ആര്? ജഡ്ജി. അദ്ദേഹം കുറച്ച് ക്ഷോഭിച്ചു തന്നെ വരും. ജയശങ്കർ, നിന്റെ പോലീസ് അന്വേഷണം ഇടപെടെയായി. പറയൂ ജയശങ്കർ. കൽക്കട്ട തെരുവീഥികളിൽ പ്രതിഷേധക്കാർ നിറഞ്ഞിരിക്കുന്നു. അവർ അക്രമാസക്തരാകുമോ എന്നാണ് എന്റെ ഭയം. നേരം പുലർന്നിരിക്കുന്നു. നിന്റെ വാക്ക് പാലിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലേ ജയശങ്കർ? നേരം വെളുക്കുമ്പോൾ ഒരു ശുഭവാർത്ത കേട്ടായിരിക്കും ഈ ജനം ഉണരുന്നതെന്ന് നീ എന്നോട് പറഞ്ഞത് മറന്നുപോയോ? മറന്നിട്ടില്ല. പ്രഭാതം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഈ കൽക്കട്ട തെരുവീഥികളിൽ മുക്കിലും മൂലയിലും എണ്ണി എന്റെ പോലീസ് പരിശോധിച്ചു കഴിഞ്ഞു. ഇനി ഒരു സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ. എവിടെയാണ് ആ സ്ഥലം? എവിടെയാണ് ജയശങ്കർ? പറയൂ. പരിശോധിക്കൂ ഉടനെ തന്നെ. സമയം പാഴാക്കരുത്. പിടിക്കൂ അവനെ. അവന് വെടിവെച്ചായാലും എങ്ങനെയായാലും അവന് കക്ഷടിയിൽ എടുത്തിരിക്കണം. വെടിവെച്ച് എടുക്കണം അവനെ. ഇനി എവിടെയാണ് പരിശോധിക്കാനുള്ളത്? അത് നമ്മുടെ വീടാണ്. നമ്മുടെ വീടോ? അത് കേട്ട് ജഡ്ജി അദ്ദേഹം ഞെട്ടിപ്പോയി. നീ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? അസംബന്ധമല്ല, വിഡ്ഢിത്തരമല്ല. ഞാൻ അവസാനം കണ്ടെത്തിയ സത്യം, സത്യം, ഈ പകൽ പോലുള്ള സത്യം. എങ്കിൽ അറസ്റ്റ് ചെയ്യൂ. പരിശോധിക്കൂ എൻ്റെ വീട്. പരിശോധിക്കാൻ സമയം കളയണ്ട. പിടിക്കൂ അവനെ. അവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ. അവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ. സമയം കളയണ്ട ജയശങ്കർ. പിടിക്കൂ അവനെ. അതിനു മുമ്പായി എനിക്കൊരാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആരെയാണ്? പറയൂ ജയശങ്കർ, ആരെയാണ് ചോദ്യം ചെയ്യേണ്ടത്? ആരെ വേണമെങ്കിലും നിനക്ക് ചോദ്യം ചെയ്യാം.
അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് അയാളെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആരെയാണ് നിനക്ക് ചോദ്യം ചെയ്യേണ്ടത്? ജയശങ്കർ വളരെ സമീപനമെടുത്തുകൊണ്ട് ശാന്തഗംഭീരമായ മുഖഭാവത്തോട് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ഭാര്യയായ അരുന്ധതിയാണ്. അരുന്ധതിയെ ചോദ്യം ചെയ്യണമെങ്കിൽ നിനക്ക് ചോദ്യം ചെയ്യാം. ജയശങ്കർ നേരെ അമ്മയുടെ അരികിലേക്ക് ചെന്നു. ആ അമ്മയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നേരെ വരാന്തയിലേക്ക് വന്നു. അമ്മയെ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അമ്മ കൃത്യമായി മറുപടി തരണം. എന്നെ പ്രസവിച്ച അമ്മയല്ലേ? അമ്മ എല്ലാ സംഭവങ്ങളും അറിഞ്ഞു കാണുമല്ലോ. പറയൂ അമ്മേ, സംഭവം നടന്ന ദിവസം ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ആ ചോദ്യം കേട്ട് അരുന്ധതി ഞെട്ടിപ്പോയി. ഇല്ല. പറയൂ അമ്മേ, ഞാൻ പറയുന്ന ഈ സംഭവം നടന്ന ദിവസം ഇവിടെ അയാൾ വന്നിരുന്നു. എന്റെ വെടിയേറ്റ് ഇവിടെ അയാൾ വന്നിരുന്നു. അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ജയശങ്കർ തെളിവുണ്ടെങ്കിൽ കാണിക്കൂ. അരുന്ധതിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ജയശങ്കർ ദാ ആ സെറ്റിയുടെ പിന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ചോദിച്ചു, ഈ കിടക്കുന്ന രക്തം, ഈ കിടക്കുന്ന മനുഷ്യരക്തം ആരുടേതാണോ? പറയൂ. എന്റെ വെടിയേറ്റ അയാൾ ഇവിടെ വന്ന് ഒളിച്ചിരുന്നതല്ലേ? പറയൂ അമ്മേ, പറയൂ. ഈ രക്തം ചെന്നവസാനിക്കുന്നത് ആ പൊളിഞ്ഞ വീടിൻ്റെ അടുത്തല്ലേ? ആ പൊളിഞ്ഞ വീടിൻ്റെ മുമ്പിലല്ലേ എന്ന് അവസാനിക്കുന്നത്? ഇനി എന്ത് തെളിവാണ് വേണ്ടത്? പറയൂ. അമ്മ ഇന്നലെ അവന് കുടിവെള്ളം കൊണ്ട് കൊടുത്തതല്ലേ? ഞാൻ കണ്ടതല്ലേ? പറയൂ അമ്മേ, ഈ പാറാവുകാരനെ കൊന്നത് അയാളല്ലേ? പറയാൻ. അരുന്ധതി പൊട്ടിത്തെറിച്ചു നിൽക്കുകയാണ്. ഒന്നും പറയാനാവുന്നില്ല. ജഡ്ജകത്തേക്ക് വിളിച്ചു പറയുന്നു അരുന്ധതി, ജയശങ്കർ പറയുന്നത് സത്യമാണെങ്കിൽ പറയൂ. ജയശങ്കർ പറയുന്നത് സത്യമാണെങ്കിൽ പറയൂ അരുന്ധതി. നീ നാവെടുത്ത് പറയൂ. അയാളെ നീ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറയൂ. അമ്മ, എന്നോട് സത്യം പറയൂ. അമ്മയല്ലേ അയാൾക്ക് അഭയം കൊടുത്തിരിക്കുന്നത്? പറയൂ അമ്മേ. അമ്മയുടെ ജയശങ്കറാണ് ചോദിക്കുന്നത്. ഈ കാക്കിയിട്ട് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടല്ല, അമ്മയുടെ മകനായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. സത്യം പറയൂ. അയാൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? പറയൂ അമ്മേ. സത്യം വിളിച്ചു പറയാൻ അമ്മയുടെ നാവ് ചലിക്കുന്നുണ്ട്. തെറ്റുപോയ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുവാൻ അമ്മയുടെ ഹൃദയം കൊതിക്കുന്നുണ്ട്. താൻ ഈ ലോകത്തോട് ചെയ്ത തെറ്റ് അപരാധമാണെന്ന് അമ്മയുടെ ഹൃദയം തുടിക്കുന്നുണ്ട്. പറയൂ അമ്മേ. അമ്മ പറയൂ, അയാൾ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്? അരുന്ധതി, ജയശങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കൂ. നീ കുറ്റവാളിയാണെങ്കിൽ നിന്നോടൊപ്പം ഞാൻ ഉണ്ടാവില്ല. ജയശങ്കറിന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ ഞാൻ ജയശങ്കറിനോടൊപ്പം ഉണ്ടാവും. പറയൂ, അയാൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? അരുന്ധതി ഒരു ഭ്രാന്തിയെ പോലെ ഉറക്കെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ പറയാം. അയാൾ ഒളിച്ചിരിക്കുന്നത് ആ പൊളിഞ്ഞ കെട്ടിടത്തിലാണ്. ജയശങ്കർ നിമിഷ നേരം കൊണ്ട് വയർലെസ്സിലൂടെ തന്റെ എല്ലാ പോലീസിലേക്കും തന്റെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ പോലീസ് സംഘം അവിടെ എത്തിക്കഴിഞ്ഞു. നൂറുകണക്കിന് പോലീസ്, തോക്കുധാരികളായ പോലീസ് ആ സങ്കേതം വളഞ്ഞു കഴിഞ്ഞു. അവർ ഉറക്കെ ബൈക്കിലൂടെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ സങ്കേതം ഞങ്ങൾ വാങ്ങിയിരിക്കുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. 5 നമ്പറുകൾ എണ്ണുന്നതിന് മുമ്പ് നിങ്ങൾ വെളിയിലേക്ക് വന്നില്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിടം ഞങ്ങൾ ഇടിച്ച് തകർക്കുന്നതായിരിക്കും. എണ്ണാൻ തുടങ്ങുകയാണ്. നമ്പർ 1. പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കേണ്ട.
പോലീസിനോട് നേരിടാൻ ശ്രമിക്കണ്ട. അത് നിങ്ങൾക്ക് ആപത്താണ്. നിങ്ങൾ സംഗീതം പറഞ്ഞിരിക്കുകയാണ്. ജയശങ്കർ പോലീസിന് ഓർഡർ കൊടുത്തു, ഷൂട്ടിംഗ് കണ്ടാൽ ഷൂട്ട് ചെയ്യാം. എന്റെ അനുവാദം ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം അയാളെ. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഭീകരൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ആ കറുത്ത ഭീകരൻ വെളിയിലേക്ക് ഇറങ്ങി വന്നു, കയ്യിലൊരു തോക്കുമായി. ആ ഭീകരന്റെ രൂപം കണ്ട് പോലീസുകാർ അട്ടാടിച്ചു നിൽക്കുമ്പോൾ സമയം കടന്നു പോകുന്നു. ഈ സമയം അയാൾ ആ സന്ധിയിൽ കൈയിട്ടെന്തോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ജയശങ്കർ തന്റെ തോക്കിൽ നിന്ന് മിന്നൽ പോലെ അയാൾ നേരെ നിറയൊഴിച്ചു. ആ തോക്കിൽ നിന്ന് മിന്നൽ പോലെ വെടിയിട്ട് മുന്നോട്ട് കുതിച്ച് അതിശക്തമായി അവന്റെ നെറ്റിയിൽ തുളച്ചു കയറി. വെടിയേറ്റ അയാൾ പുറകിലേക്ക് മറിഞ്ഞു വീണു. സുസ്മേരവദനായി ശാന്തഗംഭീരമായ മുഖഭാവത്തോട് ജയശങ്കർ തന്റെ അമ്മയുടെ അരിയിലേക്ക് നടന്നു ചെന്നു. ആ കരം ഗ്രഹിച്ചു. അമ്മയുടെ പാദങ്ങളിൽ തൊട്ട് അവൻ നമസ്കരിച്ചു. അമ്മേ, എന്നെ പ്രസവിച്ച അമ്മയാണെങ്കിൽ പോലും നിയമത്തിൻ്റെ മുമ്പിൽ അമ്മ തെറ്റുകാരിയാണ്. അമ്മ ചെയ്തത് രാജ്യദ്രോഹമാണ്. കുറ്റം ചെയ്യുന്നതും കുറ്റവാളിയെ സംരക്ഷിക്കുന്നതും നിയമത്തിൻ്റെ മുമ്പിൽ തെറ്റ് തന്നെയാണ് അമ്മേ. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്യുന്നു. കൈവച്ചു. കാരണം ഞാൻ